അങ്ങനെയൊന്നും അള്ള ചെയ്യൂല. വലില്ലാഹി അള്ളക്കുള്ളതാണ് മാഫി സമാവാത്തി ആകാശങ്ങളിലുള്ള ഒന്നും വമാഫിൽ അത് ഭൂമിയിലുള്ള ഒന്നും മുൽക്കൻ രാജാധികാരത്താൽ ഹൽക്കൻ സൃഷ്ടിപ്പിനാൽ അബീദൻ അടിമത്തത്താൽ വൈലല്ലാഹി അള്ളാഹുവിലേക്ക് മാത്രമാണ് തുർജഊ മടക്കപ്പെടുന്നത് തസീറും മടങ്ങുന്നത് അൽ ഉമൂർ കാര്യങ്ങൾ. കുന്തും നിങ്ങളായിരുന്നു യാ ഉമ്മത്ത മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമൂഹമേ നിങ്ങളായിരുന്നു ഫി ഇൽമില്ലാഹി അള്ളാഹുവിൻ്റെ ഇൽമിന് നിങ്ങളെന്തായിരുന്നു ഹൈർ ഉമ്മ ഏറ്റവും നല്ല ഉമ്മത്തായിരുന്നു. അള്ളാഹുവിൻ്റെ ഇൽമിലൊന്നും ആയിരുന്നു പ്രത്യേകം പറയേണ്ടത്. അന്നും ഇന്നും എന്നും എല്ലാവരും പോലെയല്ലേ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇൽമിൽ നിങ്ങളെന്താണ് നല്ല ഉമ്മത്താണ്. ഉഹറിയത്ത് ഉദ്ഹിറത്ത് എന്താണ് ഹൈർ ഉമ്മത്തിന് എന്തായി പുറപ്പെടുവിക്കപ്പെട്ടു വെളിവാക്കപ്പെട്ടു ലിന്നാസ് ജനങ്ങൾക്ക്. തഅ്മുറൂന അതെന്താകും കൽപ്പിക്കും ആ ഉമ്മത്ത് ബിൽ മഅറൂഫ് നല്ലതുകൊണ്ട്. തനവനാൽ മുൻകർ ആ ഉമ്മത്ത് എന്താകും അല്ലെങ്കിൽ തഅ്മുറൂന നിങ്ങൾ കൽപ്പിക്കും ബിൽ മഅറൂഫ് നന്മ കൊണ്ട്. തനവനാൽ മുൻകർ തിന്മയത്തോട് നിങ്ങളെ വിരോധിക്കും. തുഅ്മിനൂന അള്ളാഹിനെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കും. വലോ ആമൻ അഹ്ലുൽ കിതാബ് വേദക്കാരെങ്ങാനും വിശ്വസിച്ചിരുന്നെങ്കിൽ ലകാനൽ ഈമാൻ ആ വിശ്വസിക്കൽ ഖൈറൻ ലഹും അവർക്ക് നല്ലതാകുമായിരുന്നു. മിൻഹും അവരുടെ കൂട്ടത്തിലുണ്ട് വേദക്കാരുടെ കൂട്ടത്തിലുണ്ട് അൽ മുഅ്മിനൂൻ സത്യവിശ്വാസികളുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ പോലെ റളിയല്ലാഹു അൻഹു അസ്ഹാബി അദ്ദേഹത്തിന് അനുസരിച്ചന്മാരെ പോലെ വജൂദ പണ്ഡിതനായിരുന്നു. ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ്. അക്സറും അവരിൽ ഏറിയ പങ്ക് എന്താണ് അൽ ഫാസിഖൂൻ ഫാസിഖീങ്ങളാണ് തെമ്മാടികളാണ്. കാഫിർ അഥവാ കാഫിറുകളാണ്. ലൈയറുക്കും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയില്ല. അതിൽ യഹൂദ് ജൂതന്മാർ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. യാ മാഷർ മുസ്ലിം ഓ മുസ്ലിം സമൂഹം വിഷയം ഒന്നുകൊണ്ട് ബുദ്ധിമുട്ടിക്കില്ല. ഇല്ല അതല്ലാതെ അതാന്ന് വെച്ചാൽ ബിൽ ലിസാൻ നാവ് കൊണ്ടുള്ള ബുദ്ധിമുട്ടിക്കലാണ്. നാവോടുള്ള ബുദ്ധിമുട്ടിക്കൽ എന്തിനാ സബ്ബി ചീത്ത പറയുന്നാലോ വഴുതി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മുന്നറിയിപ്പ് വരിക അത് വരും ഇത് വരും അല്ലെങ്കിൽ ചീത്ത പറയാം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രയാസമുള്ളൂ. വേറൊരു തരത്തിൽ അവർ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. വൈയുഖാതിലൂക്കും നിങ്ങൾ അവരോട് യുദ്ധം ചെയ്താലോ യുവല്ലൂക്കും നിങ്ങളോട് അവർ തിരിക്കും. അല്ല അതുപാർ അവരുടെ ദുബറുകളെ പൃഷ്ഠഭാഗങ്ങൾ അതായത് അവരുടെ ബേക്ക് ഭാഗങ്ങൾ അവർ തിരിക്കും. അവർ പിന്തിരിഞ്ഞോടും മുൻഹസിമീന അവർ തന്നെ തിരിയുന്നവരായിരുന്നില്ല. പിന്നെ പിന്നീട് ലാ യുൻസറൂൻ അവർ സഹായിക്കപ്പെടുകയില്ല. അലൈക്കും നിങ്ങൾക്കെതിരെ അവർക്ക് യാതൊരു സഹായം ലഭിക്കുകയില്ല. ബൽബറിച്ചില്ലക്കും നിങ്ങൾക്ക് വേണ്ടി സഹായിക്കപ്പെടും. അന്നസു തടഞ്ഞ് സഹായിക്കുന്നത് നിങ്ങൾക്കാണുള്ളത്. അലൈഹിം അവരുടെ മേൽ അവർക്കെതിരെ നിങ്ങൾക്കാണ് സഹായം കിട്ടുക. അവർക്ക് നിങ്ങൾക്കെതിരെ യാതൊരു തരത്തിലും സഹായം കിട്ടൂല. ദുരിബത്ത് അലൈഹിം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു. അതില്ലത്തു നിന്യത അയിനമാസക്കുമ്പോൾ അവരെവിടെ എത്തിക്കപ്പെട്ടാലും ഹൈസുമാ ഉജിത അവരെ എവിടെ വെച്ചുണ്ടായാലും അവരെവിടെയാണെങ്കിലും അവർക്ക് നിന്യത അടിക്കാറുണ്ട്. ഫല ഐസല അവർക്ക് യാതൊരു പ്രതാപം ഉണ്ടാവില്ല. വല അതിസാമ ഒരു സുരക്ഷിതത്വം അവർക്ക് ഉണ്ടാവില്ല. ഇല്ല എങ്ങനെയായിട്ടല്ല ഇല്ലാ കായിന് അവർ തന്നെ ആയിട്ടല്ലാതെ ബി ഹബിലിമിനുള്ള അള്ളാഹു എന്നുള്ള ഒരു പാശത്തെ കൊണ്ടായിട്ടില്ല. അതായത് ആ പാശത്തെ മുറുകെ പിടിച്ചാൽ ഓക്കെ ആവും. എങ്ങനെയാ ഒരു അള്ളാഹു എന്നുള്ളൊരു കയറെങ്ങനെ കിട്ടുക? അത് ഹബിലിം മിനന്നസ് അള്ളാഹു എന്നുള്ളൊരു കയറ് പിന്നെ ജനങ്ങളിൽ നിന്നുള്ളൊരു കയറ്. കേവലം ജനങ്ങളാണ് പോരാ അത് മുഅ്മിനീങ്ങളായ ജനങ്ങളുണ്ടല്ലോ അവരെന്നുള്ളൊരു കയറിനെ കൊണ്ടല്ലാതെ കയറിലായിട്ടല്ലാതെ അവർക്ക് ഒരു സംരക്ഷണം ഉണ്ടാവില്ല. അതേതാണ് ആ കയറ്? അത് അഹദുഹും ഇലൈഹി അവർ മുഅ്മിനീങ്ങളിലേക്ക് എന്താവുക കരാറിൽ ഏർപ്പെടുക. ബിൽ അമാൻ സുരക്ഷിതത്വം കൊണ്ട്. എന്തിൻ്റെ പേരിൽ? അല അദായിൽ ജിസിയ ടാക്സ് നൽകുന്നതിന്. അപ്പോൾ നിങ്ങൾ ഇത്ര രൂപ കപ്പം തരാം, അപ്പോൾ ഞങ്ങൾ ഇത്ര രൂപ കപ്പം തരാം, ഞങ്ങൾ സുരക്ഷിതത്വം വേണമെന്നുള്ള രൂപത്തിൽ. അങ്ങനെയാകുമ്പോൾ ആർക്ക് സുരക്ഷിതത്വമുണ്ട്? അതായത് ലാ ഇസ്മതലഹും അവർക്ക് യാതൊരു തരത്തിലും സുരക്ഷിതത്വമില്ല. ഒയ്റുദാലിക്ക അതല്ലാതെ വേറൊരു തരത്തിലും സുരക്ഷിതത്വമില്ല. അപ്പോൾ അവർ മടങ്ങി റജഉ ഈ വേദക്കാർ മടങ്ങി ബിഅള്ളാഹി അള്ളാഹുവിൽ നിന്നുള്ള കോപവുമായിട്ട്. വളുരിബത് അലൈഹിമുൽ മസ്കന അവരുടെ മേൽ പാപ്പരത്വം അല്ലെ സാമ്പത്തിക പരാധീനത അടിച്ചേൽപ്പിക്കപ്പെട്ടു. ദാലിക അതൊക്കെയും ബി അന്നഹും അവരായത് കാരണത്താലാണ്. ബി അന്നഹും അവരായത് കാരണത്താലാണ്. അതായത് ബിസബബി അന്നഹും അവരായിരുന്ന കാരണത്താലാണ്. യക്ഫുറൂന നിഷേധിക്കുന്നു ആയാത്തില്ലായി അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ. അമ്പിയാക്കളെ കൊല്ലുന്നു. ബിഗൈരി ഹക്ക് യാതൊരു അവകാശവുമില്ലാതെ കൊല്ലുകയും ചെയ്യുന്നു. അതൊക്കെ കാരണത്താലാണ്. ദാലിക വീണ്ടും പറഞ്ഞല്ലേ അത് തൗക്കീദ് ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. അത് ബിമാ അസൗ അവരെ എതിർ പ്രവർത്തിച്ച കാരണത്താലാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക്. കാനു അവരായിരുന്നു യഅ്തദൂൻ അവർ പരിധി ലംഘിക്കുന്നവരായിരുന്നു. യതജാവസൂന ഹലാലിനെ വിട്ട് കിടക്കുന്നവരായിരുന്നു. ഇതിലേക്ക് ഹറാമിലേക്ക്. ലൈസു അവരെല്ലാം ഐ അഹ്ലു കിതാബ് വേദക്കാരല്ല. സമന്മാരല്ല. മുസ്തവീൻ അവർ സമന്മാരല്ല. മിൻ അഹ്ലു കിതാബ് വേദക്കാരെന്നുള്ള അഹ്ലു കിതാബുകാരുണ്ടല്ലോ അവർ സമന്മാരല്ല.
അവർ സമന്മാരല്ല, അത് കാരണം ഇനി മിൻ അഹൽ കിതാബ് വേദക്കാരിൽപ്പെട്ടവരാണ് ഉമ്മത്തിൽ ഒരു സമൂഹം കായിമത്തിൽ നിലകൊള്ളുന്ന മുസ്തഖീമായിട്ട് ചൊവ്വായിട്ട് നിലകൊള്ളുന്ന സ്ഥാപിച്ചത് ഉറച്ച അൽ ഹക്കി യാഥാർത്ഥ്യത്തിന് ആരപ്പോലൊക്കെ അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹുവിനെ പോലെ വാസാബി അദ്ദേഹത്തിന് അനുചരമ്പാനെ പോലെ യത്തിലൂന അവർ പാരായണം ചെയ്യും ആയാത്തില്ല അള്ളാഹുവിൻ്റെ ആയത്തുകളെ ആനാ അല്ലൈലി പകൽ വേളയിൽ, അതായത് ഫീ സാഅത്തിഹി അല്ല രാത്രിവേളയിൽ, രാത്രിയുടെ സമയങ്ങളിൽ നിന്ന്, അഥവാ രാത്രിയുടെ സമയങ്ങൾ ആന എന്ന് വെച്ചാൽ വഹും അവർ തന്നെ യസ്ജുദൂന സുജൂദ് ചെയ്യുന്നവരായിരിക്കും, യുസല്ലൂന നിസ്കരിക്കുന്നവരായിരിക്കും, അത് ഹാലാണ്. യുക്മിനൂന അവർ വിശ്വസിക്കുമില്ല അള്ളാഹുവിനെ കൊണ്ട് വലിയമില്ല അന്ത്യദിനത്തെയും കൊണ്ട് വയോമറുകാരെ കൽപ്പിക്കുമ്പോൾ മാറും നന്മ കൊണ്ട് വയനവനെ നിരോധിക്കാനും മുൻകരി വെറുക്കപ്പെടുന്നതിനെ കൊണ്ട് വൈസാരിനെ അവർ വേഗത്തിലാകും ഫലഹയാത്ത് നന്മകളിൽ ഔലായിക്ക് അവരാകുന്ന അൽ മൗസൂഫനെ വിശേഷിപ്പിക്കപ്പെട്ട ആളുകൾ വിമാ ദക്കർ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ട ആളുകൾ പിന്നെ സ്വാലിഹീൻ സച്ചരിതരിൽപ്പെട്ടവരാണ്. വമിൻഹും ഇനി ആ വേദക്കാരുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളവരാണ് ഒരുത്തർ ലൈസു കഥാലിക അപ്രകാരമല്ലാത്ത ഒരുത്തരുണ്ട്. ലൈസു മിന സ്വാലി അവർ സ്വാലിഹങ്ങളിൽപ്പെട്ടവരും അല്ല. അമാ തഫുല് നിങ്ങൾ എന്ത് ചെയ്താലും ബിത്തായി താവുകൊണ്ട് അയ്യത്തുഹൽ ഉമ്മ ഓ സമുദായമേ നിങ്ങൾ എന്ത് ചെയ്താലും വലിയ യാവുകൊണ്ടും കിറാത്തുണ്ട്. ആ യാവുണ്ടാകുമ്പോഴോ ഈ ഉമ്മത്തിൽ കായ്മ ഓ നിലകൊള്ളുന്ന സമൂഹമേ, ഉമ്മത്തും കായ്മത്തും എന്ന് പറഞ്ഞല്ലോ, ഓ നിലകൊള്ളുന്ന സമൂഹം അല്ലെങ്കിൽ അല്ലയോ പ്രസ്തുത സമൂഹമേ. ഒന്നാമത് ഒമാ തഫലു, പിന്നെ ഒമായഫുൽ എന്താണ് കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്താലും മിന ഹൈരിൻ നന്മയിൽ നിന്ന് എന്ത് ചെയ്താലും ഫലൻ തുക്ഫറു ബിൽ വജഹൈനി രണ്ട് രൂപത്തിലുണ്ട്. ഫലം തുക്ഫറെന്നും ഫല യുക്ഫറും. ഫലം തുക്ഫറു എന്നാണെങ്കിൽ നിങ്ങൾക്കതിനെ നിഷേധിക്കപ്പെടുകയില്ല, ഫല യുക്ഫറു എന്നാണെങ്കിൽ അവർക്കതിനെ നിഷേധിക്കപ്പെടുകയില്ല. അതായത് തുഅദമു സവാബഹു അല്ല താദിമു സവാബഹു, നിങ്ങൾക്കത് അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുകയില്ല. തുജാസൗന അല്ലെങ്കിൽ യുജാസൗന, നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടും, അവർക്ക് പ്രതിഫലം നൽകപ്പെടും. അലൈഹി അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അലീമുൽ മുത്തഖീൻ, മുത്തഖീങ്ങളെ പറ്റി അറിയുന്നവനാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.